ആറാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ ഡിസംബർ 4-5 തീയതികളിൽ കട്ടപ്പനയിൽ നടക്കും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ്, ബേർഡ്സ് ക്ലബ് ഇന്റർനാഷണൽ, MG സർവകലാശാല, NSS എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി. കട്ടപ്പന സന്തോഷ് തിയേറ്റർ, മിനി സ്റ്റേഡിയം, ഓസാനം ഇംഗ്ലീഷ് മീഡിയം HSS ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് പ്രദർശനം നടക്കുന്നത്. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിൻ്റെയും ബേർഡ്സ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെയും ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെയും അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയുടെയും കട്ടപ്പനയിലെ സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഡിസംബർ 4-5 തീയതികളിൽ റെയിൻ ഇൻ്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ എന്ന പേരിൽ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തപ്പെടുകയാണ്. കട്ടപ്പനയുടെ 3 വെന്യൂകളിലായിട്ടാണ് ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തപ്പെടുന്നത്. സന്തോഷ് തിയേറ്റർ, മിനി മുനിസിപ്പൽ സ്റ്റേഡിയം, ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നീ 3 വെന്യൂകളിലാണ് നമ്മുടെ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തപ്പെടുന്നത്. കട്ടപ്പനയിലെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മൺമറഞ്ഞുപോയ സിനിമ സീരിയൽ രംഗത്തെ പ്രമുഖരായിട്ടുള്ള പ്രിയപ്പെട്ട MC കട്ടപ്പനയുടെ അതുപോലെ തന്നെ KC ജോർജിൻ്റെയും നാമധേയത്തിലാണ് 2 വെന്യൂകൾക്ക് നമ്മൾ പേര് നൽകിയിരിക്കുന്നത്. KC ജോർജ് നഗറും അതുപോലെ തന്നെ MC കട്ടപ്പന നഗറും മിനി മുനിസിപ്പൽ സ്റ്റേഡിയവും സന്തോഷ് തിയേറ്ററും ആ 2 പേരിലായിരിക്കും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ അറിയപ്പെടാൻ പോകുന്നത്. ഈ ഒരു പ്രോഗ്രാമിനോട് അനുബന്ധിച്ചുകൊണ്ട് ഷോർട്ട് ഫിലിമുകളുടെയും ഡോക്യുമെൻ്ററികളുടെയും ഒരു മത്സരവും അതുപോലെ തന്നെ ഫീച്ചർ ഫിലിമുകളുടെ ഒരു ഇൻ്റർനാഷണൽ മത്സരവുമാണ് സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ചുകൊണ്ട് ചിത്രകലാ അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ട് നേച്ചർ ഫോട്ടോഗ്രാഫിയുടെ ഒരു എക്സിബിഷനും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു എക്സിബിഷനും സംഘടിപ്പിക്കുന്നുണ്ട്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പരിസ്ഥിതി പ്രമേയമായുള്ള 70 സിനിമകൾ പ്രദർശിപ്പിക്കും. പ്രവേശനം സൗജന്യമാണ്. 4 രാവിലെ 10 മിനി സ്റ്റേഡിയത്തിൽ MG സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അരവിന്ദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ഡീൻ കുര്യാക്കോസ് MP അധ്യക്ഷനാകും. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജി പണിക്കർ, സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റ്, നടന്മാരായ ടിനി ടോം, കൈലാഷ് എന്നിവർ പങ്കെടുക്കും. ആറാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ റെയിൻ 2024 കട്ടപ്പനയിൽ വളരെ വിപുലമായ രീതിയിൽ 3 വേദികളിലായിട്ട് ഈ വർഷം കൊണ്ടാടുകയാണ്. ബേർഡ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള റെയിൻ ആദ്യമായി നടന്നത് മൂന്നാറിലായിരുന്നു. ഇത് 6ാമത്തെ എഡീഷനാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇപ്രാവശ്യം. കാരണം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ NSS വിഭാഗവും റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജും ബേർഡ്സ് ക്ലബും കൂടെ ചേർന്നിട്ടാണ് ഈ പ്രാവശ്യം ഈ ഫെസ്റ്റിവൽ വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നത്. 3 വേദികളിലായിട്ട് വലിയ ഒരു ഇൻ്റർനാഷണൽ മത്സര അന്തരീക്ഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. 20-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒട്ടനവധി സിനിമകൾ, അതെല്ലാത്തിലും പ്രകൃതിയായിരിക്കും വിഷയം. പ്രകൃതി വിഷയമായിട്ടുള്ള 20-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ ഇവിടെ മത്സരത്തിന് ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ 50-ൽ പരം ചിത്രങ്ങൾ വിദ്യാർത്ഥികൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ചെയ്ത പ്രകൃതി വിഷയമായിട്ടുള്ള 50-ൽ പരം ചിത്രങ്ങളുടെ മത്സരവും നടക്കുന്നു. 3 വേദികളിലായി സന്തോഷ് തിയേറ്ററിലും അതുപോലെ തന്നെ ഓശാന സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലും പിന്നെ കലാ സാംസ്കാരിക പരിപാടികളും പൊതുസമ്മേളനവും ഒക്കെ സെമിനാറും ഒക്കെ നടക്കുന്നത് ടൗൺ ഹാളിൻ്റെ മിനി സ്റ്റേഡിയത്തിലാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് മുരളി തുമാരക്കുടിയുടെ നേതൃത്വത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു പെർഫോമൻസ് തീം അവയർനെസ് പ്രോഗ്രാം ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. അതേപോലെ ഏറ്റവും മനോഹരമായ ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ, നേച്ചർ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ഇവിടെ അരങ്ങേറുന്നുണ്ട്. അതുപോലെ ഫോട്ടോഗ്രാഫി എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു എക്സിബിഷൻ, അതായത് സ്റ്റിൽ ഫോട്ടോഗ്രാഫി അല്ലെ സ്റ്റിൽ ക്യാമറ തുടങ്ങി ഏറ്റവും നൂതനമായ വീഡിയോഗ്രാഫിയുടെ പരിണാമം ഇതിലൂടെ ഈ എക്സിബിഷനിലൂടെ കാണാൻ കഴിയും.
ഫെസ്റ്റിവൽ ഡയറക്ടറും ചലച്ചിത്ര സംവിധായകൻ ജയരാജ് നായർ സന്ദേശം നൽകും. രാജ്യാന്തര മത്സര വിഭാഗത്തിൽ നിന്നുള്ള മൈറ്റി ആഫ്രിൻ ഇൻ ദി ടൈം ഓഫ് ഫ്ലഡ്സ് എന്ന ഡോക്യുമെന്ററി ചിത്രം സന്തോഷ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് 6ാമത് മേള ആരംഭിക്കും. ഫീച്ചർ, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം എന്നീ വിഭാഗങ്ങളിലായി 20 രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് മത്സരിക്കുന്നത്. വിനോദം എന്ന നിലയിൽ സിനിമ കാണാനും ആസ്വദിക്കാനുമുള്ള അവസരം എല്ലാവർക്കും പല രീതിയിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കിട്ടുന്നുണ്ട്. പക്ഷേ കേവല വിനോദം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു പ്രത്യേക തീമിൽ ഊന്നിക്കൊണ്ട് ഒരു ബോധവൽക്കരണം, നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ, അത്തരമൊരു ഫെസ്റ്റിവലാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇത് സാധാരണഗതിയിൽ സാധാരണ തരത്തിൽ കേവല വിനോദത്തിന് വേണ്ടിയുള്ള സിനിമകൾ കാണുന്നതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവും. ഇത് വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന, അതാണ് ഈ ഫെസ്റ്റിവലിന്റെ അപൂർവങ്ങളിൽ അപൂർവത. കഴിഞ്ഞ വർഷം ലോകത്ത് പല സ്ഥലങ്ങളിലായി നിർമ്മിക്കപ്പെട്ട പ്രകൃതി സംരക്ഷണം പ്രമുഖ വിഷയമായി നിർമ്മിക്കപ്പെട്ട സിനിമകളുടെ ഒരു ചലച്ചിത്രമേളയാണ് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ. ഫെസ്റ്റിവലിൻ്റെ 5-ാം തീയതി ഫെസ്റ്റിവലിനെ കുടിയേറി കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള സിനിമകളുടെ ഒരു ഘോഷയാത്രയായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി, വരും തലമുറയിലെ കുട്ടികളാണല്ലോ ഈ പ്രകൃതി സംരക്ഷണം, ഈ ബോധവൽക്കരണം ഏറ്റവും അധികം അവരിലേക്കാണല്ലോ എത്തേണ്ടത്. ഒരു പ്രകൃതി വിഷയമാക്കിക്കൊണ്ടുള്ള ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെന്ററികളും നമ്മൾ മത്സരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. പ്രശസ്ത സംവിധായകൻ കവിയൂർ ശിവപ്രസാദാണ് ജൂറി ചെയർമാൻ. ചലച്ചിത്ര പ്രവർത്തകരായ ഖാലിദ് അലി, വിജയജന, ഫാബ്ലോ ബൗലോ എന്നിവർ ജൂറി അംഗങ്ങളാണ്. മികച്ച ചിത്രത്തിന് സിൽവർ എലിഫന്റ് പുരസ്കാരം സമ്മാനിക്കും. ഹ്രസ്വ ചിത്രം, ഡോക്യുമെന്ററി വിഭാഗങ്ങളിൽ മറ്റു പുരസ്കാരങ്ങളും നൽകും. മുരളി തുമ്മാരുകുടിയും സംഘവും അവതരിപ്പിക്കുന്ന പ്രത്യേക പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടികളും സെമിനാറുകളും നടക്കും. കൂടാതെ ചിത്രപ്രദർശനം, ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളുടെ പ്രദർശനം, സെമിനാറുകൾ, ഗ്രാമീണ കലാപ്രദർശനങ്ങൾ എന്നിവയും നടക്കും. 5-ന് വൈകിട്ട് സമാപന സമ്മേളനത്തിൽ മന്ത്രി VN വാസവൻ, മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ചലച്ചിത്ര സംവിധായകരായ ജയരാജ്, പ്രദീപ് M. നായർ, റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടി, അഖിൽ വിശ്വനാഥൻ, സന്തോഷ് ദേവസ്യ, വിജി ജോസഫ്, ജോസ് മാത്യു, സജിദാസ് മോഹൻ, സജി കോട്ടയം, PM ജെയിംസ്, ജോസ് ഫ്രാൻസിസ്, S. സൂര്യലാൽ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല, കട്ടപ്പന.